ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കളക്ഷൻ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ലിസ്റ്റ്, ഡിക്ഷണറി ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് എക്സാമ്പിളിലോട്ട് കടക്കാം. അതിനായിട്ട് നമ്മളൊരു ലിസ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റ് നെയിംസ്. ഇതിനകത്ത് കുറേ നെയിംസ് വയ്ക്കുക. നമ്മളിപ്പോൾ ഓർഡറിലല്ലാതെ വയ്ക്കുന്നു. ജെയിംസ്, കുമാർ, അജിത്ത്, ഫിലിപ്പ്. ഇപ്പോൾ നമ്മളൊരു 4 പേര് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സോർട്ട് ചെയ്ത് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം LST സോർട്ടഡ് നെയിംസ് പറഞ്ഞൊരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്തോട്ട് നമ്മൾ സോർട്ടഡ് എന്നാണ് ഫംഗ്ഷന്റെ പേര്. നമ്മൾ സോർട്ടഡ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഡിക്ഷണറി പാസ് ചെയ്യാം. സോ ഇവിടെ LST നെയിം പാസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക, റൺ ചെയ്യാം. നമ്മളിത് പ്രിന്റ് ചെയ്തില്ല. നമുക്കൊന്ന് പ്രിന്റ് ചെയ്തിട്ട് റൺ ചെയ്യാം. പ്രിന്റ് LST സോർട്ടഡ് നെയിംസ്. ഓക്കെ, ഇതിപ്പോൾ സേവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം അജിത്ത്, ജെയിംസ് വന്ന് രണ്ടാമത്, മൂന്നാമത് കുമാർ വന്നു, നാലാമത് ഫിലിപ്പ് വന്നു. അപ്പം ഓൾറെഡി ABCD ഓർഡർ അസെൻഡിങ് ഓർഡർ വന്നു. നമുക്കിതിപ്പോൾ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ കോമ ഇട്ടിട്ട് റിവേഴ്സ് എന്ന് പറയുക, ഈക്വൽസ്. ഇവിടെ ട്രൂ എന്ന് കൊടുത്താൽ മതി. റിവേഴ്സ് ട്രൂ എന്ന് കൊടുക്കാം. ഇപ്പൊ കാണാം, ഫിലിപ്പ് ആദ്യം വന്നു, കുമാർ രണ്ടാമത് വന്നു, ജെയിംസ് മൂന്നാമത് വന്നു, അജിത്ത് നാലാമത്. അപ്പൊ നമുക്ക് ഇപ്പൊ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമുക്ക് റിവേഴ്സ് പറ്റും. ഇപ്പൊ റിവേഴ്സിനകത്ത് ഫോൾസ് എന്ന് കൊടുത്താൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ തന്നെ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.